ഹായ് എവരിവൺ, ബിയോണ്ട് ദി പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. നമുക്ക് മടിയുള്ള ദിവസങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് കുക്കറാണ്. നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ കുക്കർ ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കടുകെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 കഷ്ണം വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ഇട്ട് കൊടുക്കണം. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തതാണ്. അതൊരു പിടി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പിടിയോളം ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചക്കറിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറുതായിട്ട് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണ്. ഞാൻ ഫ്രോസൺ എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്, നേരിട്ട് ഇട്ട് കൊടുത്താണ്. അതല്ല നമുക്ക് മറ്റേതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ പച്ചമുളക് ചേർക്കണമെന്നില്ല. പിന്നെ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. സോയ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച സോസും പച്ചക്കറിയും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഒരു 2 ടീസ്പൂണ് സുർക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സുർക്കയും കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ സോസൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി. ഈ സോസിൻ്റെ ഒക്കെ പുളിരസം ഉണ്ടായതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ നമ്മളെ സുർക്കയും സോസും വെജിറ്റബിൾസൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. ഒരു 2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഞാൻ വെള്ളം വാരാൻ വേണ്ടി വെച്ചിരുന്നു. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി റൈസും വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഇപ്പം നമ്മളെ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു കഷ്ണം ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും കൂടെ ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ബട്ടറൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം തിളപ്പിച്ച് വെച്ചതാണ്. തിളച്ച വെള്ളം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കുരുമുളക് പൊടിയും വെള്ളവും അരിയും എല്ലാം കൂടെ നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കാണ്ട്. അതിൻ്റെ ഗ്രീൻ ഭാഗമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു പിടിയോളം ഉണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കണം.
വെജിറ്റബിൾസിനൊക്കെ ഒരു കുറച്ചവിടെ മാറ്റി വെച്ചാൽ മതി. നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസിൽ വന്ന് ഞാൻ കുക്കർ ഓഫാക്കിയിരുന്നു. പിന്നെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഒട്ടുന്ന പോലെയൊക്കെ തോന്നും. അത് കുറച്ചൊക്കെ ചൂട് മാറിയാൽ പിന്നെ റൈസൊക്കെ വിട്ട് നിൽക്കും. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഗോബി മഞ്ചൂരിയനാണ് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണത്. ഇതിലേക്ക് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കോഴിമുട്ട പൊരിച്ചതായാലും ഇത് കഴിക്കാം. ഇതിലേക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.